ഹലോ മച്ചാന്മാരെ, ഇത് എൻ്റെ മോൻ ലിറ്റിൽ സിംഹ ഡാനിക്ക് വേണ്ടിയിട്ടുള്ള ഹിന്ദി ക്ലാസ്സാണ്. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന 2 അക്ഷരങ്ങളാണ്. ഹിന്ദി അക്ഷരമായ ആയും ആയും ആ എന്നുള്ളൂ. ഓക്കെ, ആദ്യം ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് അക്ഷരം ആയാണ്. അപ്പം അക്ഷരം ആ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ അക്ഷര ആ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മളൊരു നമ്പർ 3 എഴുതുക. നമ്പർ 3 ഇങ്ങനെ എഴുതുന്നു. നമ്പർ 3യുടെ നടുക്ക്, നടുക്ക് അതൊരു വാൾ കുത്തി കയറ്റുന്നു. ഓക്കെ, എന്നിട്ട് നേരെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എല്ലാ ഹിന്ദി അക്ഷരങ്ങൾക്കും ഉള്ളതുപോലെ ഈ മുകളിലുള്ള ഈ വര ഇങ്ങനെ ഇടുന്നു. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. ഇങ്ങനെയാണ് അക്ഷരം ആ എഴുതുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം, വളരെ എളുപ്പമാണ്. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്പർ 3 എഴുതാം. നമ്പർ 3 ഇങ്ങനെ എഴുതി. ഈ നമ്പർ 3യുടെ നടുക്ക് പള്ളയ്ക്കൊരു വാള് കുത്തി കയറ്റുന്നു. ഓക്കെ, എന്നിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ ഇടുന്നു. എന്നിട്ട് എല്ലാ ഹിന്ദി അക്ഷരങ്ങൾക്കും ഉള്ളതുപോലെ മുകളിലൊരു വര വരയ്ക്കുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അക്ഷരം ആ എഴുതുന്നതെന്ന്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്പർ 3 എഴുതുന്നു. ഓക്കെ, നമ്പർ 3 എഴുതിയിട്ട് കറക്റ്റ് നമ്പർ 3യുടെ നടുക്ക് വയറ്റത്ത് ഒരു വാൾ കുത്തി കയറ്റുന്നു. ഇതാ വാളാണ്. ഇനി ആ വാളിൻ്റെ അറ്റത്തുനിന്ന്, അല്ലെങ്കിൽ അറ്റം കിട്ടുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഇടുന്നു. എന്നിട്ട് എല്ലാ ഹിന്ദി അക്ഷരങ്ങൾക്കും ഉള്ള പോലെ ഏറ്റവും മുകളിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. സിമ്പിളാണിത്. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെ നമുക്ക് ആന്നെങ്ങനെ ആക്കാം. ഓക്കെ, ആനാന്ന് നമ്മൾ പറയത്തില്ലേ, അല്ല അനാന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ ആനാന്നെങ്ങനെ, അതിൻ്റെ ആന്നുള്ള എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ എഴുതിയ അതുപോലെ തന്നെ എഴുതേണ്ടി വരും. എന്നിട്ട് നമുക്ക് നോക്കാവേ. എന്നിട്ടൊരു വെർട്ടിക്കൽ ലൈനോട് ഇട്ടാൽ മതി. ഓക്കെ, അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 3 എഴുതുന്നു. എന്നിട്ട് നടുക്കൊരു വാൾ വരയ്ക്കുന്നു. ഒന്നാമതൊരു വാൾ വരയ്ക്കുന്നു. എന്നിട്ട് ആ വാളിൻ്റെ അറ്റത്തുനിന്നൊരു വെർട്ടിക്കൽ ലൈൻ ഇടുന്നു. ഓക്കെ, എന്നിട്ട് ഇനി ഇത് ആക്കാനായിട്ട് സൈഡിൽ ഒരു വെർട്ടിക്കൽ ലൈൻ കൂടി ഇടുന്നു. ഓക്കെ, എന്നിട്ട് മുകളിലൊരു വര വരയ്ക്കുന്നു. സിമ്പിൾ. ഒന്നുകൂടെ നോക്കാം മച്ചാന്മാരെ. ഓക്കെ, ആദ്യം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു 3 എഴുതുന്നു. 3യുടെ പള്ളക്ക് നോക്കിയിട്ട് നമ്മൾ ഒന്നാമതൊരു വാൾ കുത്തിക്കയറ്റുന്നു. ഓക്കെ, ഈ വാളിൻ്റെ അറ്റത്തുനിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ ഇടുന്നു. ഇപ്പം ആയുള്ളൂ. ഇത് ആക്കാൻ എന്ത് ചെയ്യണം? സൈഡിൽ ഒരു വെർട്ടിക്കൽ ലൈനൂടെ ഇടണം. ഓക്കെ, എന്നിട്ട് മുകളിലൊരു വര വരയ്ക്കുന്നു. ഓക്കെ മച്ചാന്മാരെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ആദ്യം നമ്മളൊരു 3 എഴുതുന്നു. 3യുടെ നടുക്ക് നല്ല ഒന്നാമതൊരു വാൾ കുത്തി അങ്ങോട്ട് ഇറക്കുക. ഓക്കെ, എന്നിട്ട് സൈഡിലൊരു അതിൻ്റെ അറ്റത്തുനിന്നൊരു വെർട്ടിക്കൽ ലൈൻ ഇടുന്നു. എന്നിട്ട് ഒരു വെർട്ടിക്കൽ ലൈനോട് ഇടുന്നു. ഇപ്പോൾ ഇത് ആന്നായി. എന്നിട്ട് മുകളിലാക്കി. ഓക്കെ, മുകളിലൊരു വര വരയ്ക്കും. ഒന്നുകൂടെ നോക്കിയേ. അപ്പോൾ നമ്മളിവിടെ എഴുതി, അതേപോലെ തന്നെ എഴുതിയിട്ട് സൈഡിലൊരു വെർട്ടിക്കൽ ലൈനോടെ ഇട്ടു. മുകളിലൊരു വരയും കൂടെ വരച്ചു. അപ്പോൾ ആന്നായി. ആ ആ ആ ആ ആ. ഓക്കെ മച്ചാന്മാരെ, ഇപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.